പിണറായി വിജയന്റെ കാലത്ത് സംഘികൾ പ്രക്ഷോഭം നടത്തുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് അഴുക്ക് വെള്ളം അവരുടെ മേൽ അടിച്ചു എന്നൊരു പരാതി വളരെ രൂക്ഷമായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൽഹി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം ചെയ്യുന്ന അവരുടെ മേലേക്ക് ഡൽഹി പോലീസ് അടിച്ചത് ഡിയർ ഗ്യാസ് ആണ്. അതായത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഡിയർ ഗ്യാസ്. സംഘികളെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. പിണറായിയുടെ പോലീസും എത്ര കരുണയുള്ളവരാണ്. ഇതെങ്ങാനും നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഡിയർ ഗ്യാസ് നിങ്ങളുടെ മേലെ അടിക്കുമായിരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡിയർ ഗ്യാസ് അടിച്ചാൽ എന്താണ് സൈഡ് എഫക്റ്റ്? നമുക്ക് ജെമിനിയോടൊന്ന് ചോദിക്കാം. ജെമിനി പറയൂ, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഡിയർ ഗ്യാസ് ജനങ്ങളുടെ മേലെ ഷൂട്ട് ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം എന്താണ്? കാലാവധി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസ് പ്രക്ഷോഭകർക്ക് മേൽ പ്രയോഗിക്കുന്നത് അതീവ അപകടകരമാണ്. കാലാവധി കഴിഞ്ഞ ടിയർ ഗ്യാസ് ശ്വസിക്കുന്നത് സാധാരണ ടിയർ ഗ്യാസിനേക്കാൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ടിയർ ഗ്യാസ് കാനിസ്റ്ററുകളുടെ കാലാവധി കഴിയുമ്പോൾ അതിലെ രാസവസ്തുക്കളുടെ സ്വഭാവം മാറുകയും കൂടുതൽ വിഷാംശമുള്ള സംയുക്തങ്ങളായി വിഘടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. പ്രധാന പാർശ്വഫലങ്ങൾ ഇവയാണ്: ഗുരുതരമായ ശ്വസന തടസ്സം, തൊണ്ടയിലും ശ്വാസകോശത്തിലും കടുത്ത പുകച്ചിൽ, വിട്ടുമാറാത്ത ചുമ, ശ്വാസമെടുക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, ശ്വാസകോശത്തിൽ ദ്രാവകം നിറയുന്നതിനും പൾമണറി എഡിമ വഴിവെച്ചേക്കാം. കണ്ണുകളിൽ അസഹ്യമായ നീറ്റൽ, കാഴ്ചമങ്ങൽ, കണ്ണുനീർ നിർത്താതെ വരിക എന്നിവയ്ക്ക് പുറമെ ചർമ്മത്തിൽ കെമിക്കൽ ബേൺസ്, രാസപൊള്ളൽ, അലർജി, തിണർപ്പ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തലകറക്കം, കടുത്ത തലവേദന, ഛർദി, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ, ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ വരാനോ നിലവിലുള്ള രോഗങ്ങൾ കൂടുതൽ ഗുരുതരമാകാനോ ഇത് കാരണമാകാം. ഇത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഭാവിയിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ: ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ, ഭാവിയിൽ ആസ്മ, വിട്ടുമാറാത്ത ചുമ, ശ്വസന വൈകല്യങ്ങൾ. ഇത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കാം. കണ്ണുകൾക്കുണ്ടാകുന്ന ദീർഘകാല ക്ഷതം, കാലാവധി കഴിഞ്ഞ ഗ്യാസിലെ വിഘടിച്ച രാസവസ്തുക്കൾ കണ്ണിന്റെ ഉപരിതലത്തെ കോർണിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കാഴ്ചമങ്ങൽ, കണ്ണിന് വിട്ടുമാറാത്ത വരൾച്ച, ഡ്രൈ ഐസ്, ഇടയ്ക്കിടെയുള്ള അണുബാധ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചർമ്മത്തിലെ അലർജിയും പാടുകളും, ഗ്യാസ് കാരണം ചർമ്മത്തിലുണ്ടായ രാസപൊള്ളലുകൾ, കെമിക്കൽ ബേൺസ് പൂർണ്ണമായി മാറാതിരിക്കാനും സ്ഥിരമായ പാടുകളായോ സ്കാറിംഗ്, വിട്ടുമാറാത്ത അലർജി, ചൊറിച്ചിലായോ നിലനിൽക്കാനും സാധ്യതയുണ്ട്. കേട്ടില്ലേ? കേരള സംഘികളെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുമ്പോൾ അവരുടെ നേരേക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് ഡിയർ ഗ്യാസ് പ്രയോഗിച്ചു ഡൽഹി പോലീസ്. പക്ഷേ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസുകാരും എത്ര കരുണയുള്ളവരാണ്. എന്നിട്ടാണോ നിങ്ങൾ പിണറായി വിജയനെ ഇത്ര തെറിയൊക്കെ പറഞ്ഞത്? ദൈവം പോലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടനായ മോഹൻലാൽ ഈ പ്രൊട്ടസ്റ്റ് കണ്ട് മൗനം ഭജിക്കുമ്പോൾ ആ മോഹൻലാലിന്റെ മകൾ ധൈര്യത്തോടുകൂടി വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ജനാധിപത്യ രാജ്യത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ ചോദ്യം. ഈ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ മൂർച്ചയുണ്ട്. ഇന്ത്യയിലെ സിനിമാ നടന്മാർക്കൊന്നും യുവത്വത്തിന്റെ വേദന എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അവർക്ക് സ്വന്തം മക്കളെ വേണമെങ്കിൽ വിദേശത്ത് പഠിപ്പിച്ചുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ ന്യായമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ അവർക്ക് ഉന്നതങ്ങൾ കയറി പിടിക്കാൻ കഴിയൂ. ന്യായമായ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ രാജ്യത്ത് മുടങ്ങിയപ്പോൾ യുവത്വങ്ങൾ തെരുവിലിറങ്ങി. സ്വന്തം ഭാവി നഷ്ടപ്പെട്ടതോർത്ത് ഒരുപാട് പാവങ്ങൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തവർ സമരമുഖത്തേക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുവാനായി എത്തി. ഇന്ത്യയിലെ എല്ലാ സെലിബ്രിറ്റീസിന്റെ മക്കളും ഇതേപോലെയുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തെങ്കിൽ, മനുഷ്യത്വപരമായിട്ടുള്ള ഈ സമീപനം എടുത്തിരുന്നെങ്കിൽ, അവശത അനുഭവിക്കുന്ന യുവത്വങ്ങളുടെ വിദ്യാഭ്യാസ മേഖല എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയേനെ.